നമസ്കാരമുണ്ട്. നാദസ്വരത്തിനെ പറ്റി ഉള്ള ഒരു പ്രസ്താവനയാണ് ഇവിടെ പറയാൻ പോകുന്നത്. കാരണം എന്തായിട്ടാൽ ഈ നാദസ്വരം എന്ന് പറയുന്നത് കരിമരം കൊണ്ട് ഉണ്ടാക്കുന്ന കടഞ്ഞെടുക്കുന്ന ഒരു കുഴലാണ് നാദസ്വരം. ഈ കരിമരം നമ്മുടെ ഈ കേരള സൈഡൊക്കെ കിട്ടാൻ പ്രയാസമാണ്. സകലവും തമിഴ്നാട് വഴിക്കാണ്, തഞ്ചാവൂർ മായവർ ആ വഴിക്കാണ് ഈ മരം കിട്ടുക. അപ്പോൾ അവിടെ നിന്ന് ഉൽപ്പത്തിയായി വരുന്ന ഒരു സാധനമാണ് നാദസ്വരം. ഈ നാദസ്വരം കൊണ്ട് അതിലാണ് ഈ കർണാടക സംഗീതങ്ങളൊക്കെ അഭ്യസിക്കുക എന്നുള്ളതൊക്കെ ആയി വരുന്നത് ഈ നാദസ്വരത്തിൽ കൂടിയാണ്. അതിൽ 7 ദ്വാരമാണ്. 7 ദ്വാരത്തിലാണ് നമ്മുടെ കർണാടക സംഗീതങ്ങളും ഉള്ള മറ്റുള്ളതൊക്കെ ആയി കിട്ടുകയാണ്. അതിൽ അഭ്യസിച്ചിട്ട് അതിലാണ് നാദസ്വരം വായന തുടങ്ങുക. വായിച്ചു കൊണ്ടിരിക്കുന്നതും അതിലാണ്. അത് കാരണം കൊണ്ട് നമ്മുടെ ഇന്ത്യ പൂര എവിടെ നോക്കുകയാണെങ്കിലും ഇതില്ലാതെ കണ്ടുള്ള ഒരു ഉത്സവമോ കാര്യമോ വല്ല ക്ഷേത്രങ്ങളിലോ കല്യാണമോ കാര്യമോ ഏതിനും ഇത് ഉപയോഗിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഇത് ഒരു മംഗളകരമായ ഒരു വാദ്യമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,